തെക്കേ അമേരിക്കയിലെ ആമസോൺ നദിയിലൂടെ ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ അബദ്ധത്തിൽ കൈവെള്ളത്തിലിട്ടാൽ പിന്നെ തിരിച്ചെടുക്കുമ്പോൾ നൂറുകണക്കിന് പിരാനകൾ ചാടി വീണ് നിങ്ങളെ ലഞ്ചാക്കുമെന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. ഹോളിവുഡ് സിനിമകൾ നമുക്ക് പറഞ്ഞു തന്ന പിരാന എന്ന ക്രൂരന്മാരായ മീനുകളെക്കുറിച്ചുള്ള ആ ഭീകരത അത്രമേൽ ആഴത്തിലാണ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളത്. മൂർച്ചയുള്ള പല്ലുകളും നിമിഷങ്ങൾക്കുള്ളിൽ ഇരയെ എല്ലിൻ കൂടാക്കി മാറ്റുന്ന കൂട്ടമായ ആക്രമണങ്ങളും. പിരാനകളെന്നാൽ ശരിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണോ, അതോ വെറും സിനിമാ കഥകൾ മാത്രമാണോ ഈ പേടിപ്പെടുത്തുന്ന വിവരങ്ങൾ? സെറാസെൽമിനെ കുടുംബത്തിൽപ്പെട്ട ഈ ശുദ്ധജല മത്സ്യങ്ങൾ ശരിക്കും പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ്. 50-ലധികം ഇനങ്ങളിലായി പടർന്നുകിടക്കുന്ന പിരാന സാമ്രാജ്യം ആമസോണിലെ വന്യതയുടെ അടയാളമാണ്. ത്രികോണാകൃതിയിലുള്ള റേസർ ബ്ലേഡിനേക്കാൾ മൂർച്ചയുള്ള ഇവയുടെ പല്ലുകൾ ഒന്ന് കോർത്തു പിടിച്ചാൽ പിന്നെ എത്ര വലിയ ഇരയായാലും രക്ഷപ്പെടുക അസാധ്യം. അതായത് മുകളിലും താഴെയുമുള്ള താടിയെല്ലുകളിൽ ത്രികോണാകൃതിയിലുള്ള പല്ലുകൾ കത്രിക പോലെ കൃത്യമായി ഒത്തുചേരും. കടിച്ചാൽ വിടില്ല എന്ന് മാത്രമല്ല, ഇവരുടെ താടിയെല്ലിന് സ്വന്തം ശരീരഭാരത്തിന്റെ 30 മടങ്ങ് ശക്തിയിൽ കടിക്കാൻ കഴിയും. അതായത് ഒരു മനുഷ്യന്റെ വിരൽ കടിച്ചു മുറിക്കാൻ ഇവർക്ക് 1 സെക്കൻഡ് പോലും വേണ്ട. ഈ പല്ലുകൾ മനുഷ്യരുടെ നഖം പോലെ ആയുഷ്കാലം മുഴുവൻ കൊഴിഞ്ഞു പോവുകയും പുതിയവ വളർന്നു വരികയും ചെയ്തുകൊണ്ടേയിരിക്കും. ഒരുതരം ഡെന്റൽ ഇൻഷുറൻസ് പ്രകൃതി ഇവർക്ക് നൽകിയിട്ടുണ്ടെന്ന് സാരം. സാധാരണയായി 15 മുതൽ 25 സെന്റിമീറ്റർ വരെ നീളമുള്ള ഇവർക്ക് വെള്ളി നിറവും ചുവന്ന വയറുമാണുള്ളത്. റെഡ് ബെല്ലീഡ് പിരാനകൾ ആണ് കൂട്ടത്തിൽ ഏറ്റവും സുന്ദരന്മാരും എന്നാൽ ഏറ്റവും അപകടകാരികളും. ഇവരുടെ വശങ്ങളിലുള്ള ഒരു പ്രത്യേക അവയവം വെള്ളത്തിലെ ചെറിയ ചലനങ്ങൾ പോലും കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് തിരിച്ചറിയാൻ സഹായിക്കും. അതായത് ആമസോൺ നദിയിൽ ഒരു തുള്ളി രക്തം വീണാൽ മിനിറ്റുകൾക്കുള്ളിൽ ഈ ഗ്യാങ് അവിടെ ഹാജരായിരിക്കും. എന്നാൽ പ്രണയത്തിൻ്റെ കാര്യത്തിൽ അല്പം സോഫ്റ്റാണ് പിരാനകൾ. വർഷകാലത്താണ് ഇവരുടെ പ്രജനന സമയം. നദിക്കരയിലെ ചെളിയിൽ ചെറിയ കുഴികൾ ഉണ്ടാക്കി പെൺപിരാനകൾ ആയിരക്കണക്കിന് മുട്ടകളിടും. ഏകദേശം 5000-ഓളം മുട്ടകൾ വരെ ഒരു തവണ ഇവർ ഇടാറുണ്ട്. മുട്ട വിരിയുന്നത് വരെ ആൺപിരാനകൾ കാവൽ നിൽക്കും. ആ സമയത്ത് അവിടെ ചെന്നാൽ പിന്നെ പറയുകയും വേണ്ട. 2-3 ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. കാട്ടിലെ വന്യമായ സാഹചര്യങ്ങളിൽ 10 മുതൽ 15 വർഷം വരെയാണ് ഇവരുടെ ശരാശരി ആയുസ്. വന്യമായ സാഹചര്യങ്ങളായതുകൊണ്ട് 10 മുതൽ 15 വർഷം വരെയാണ് ഇവയുടെ ശരാശരി ആയുസ്. എന്നാൽ കൃത്യമായ ഭക്ഷണവും സുരക്ഷിതമായ അന്തരീക്ഷവും ലഭിച്ചാൽ 20 വർഷം വരെയും ഇവർ ജീവിക്കാറുണ്ട്. പട്ടിണി വന്നാൽ സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ തന്നെ തിന്നുന്ന കാനിബാലിസം എന്ന സ്വഭാവവും ഇവർക്കുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും ചോര തേടി അലയുന്ന രാക്ഷസന്മാരല്ല ഇവർ. യഥാർത്ഥത്തിൽ പിരാനകൾ അല്പം ഭീരുക്കളാണ് എന്നതാണ് സത്യം. സിനിമകളിൽ കാണുന്നത് പോലെ ഒരു പറ്റം പിരാനകൾ ചേർന്ന് ഒരു മനുഷ്യനെ ആക്രമിക്കുന്നത് പ്രകൃതിയിൽ വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. തങ്ങളെ പിടിക്കാൻ വരുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവ കൂട്ടമായി സഞ്ചരിക്കുന്നത്. ഇവരുടെ ഈ സ്കൂളിംഗ് അഥവാ കൂട്ടമായുള്ള നടത്തം ഇരയെ പിടിക്കാനല്ല, മറിച്ച് തടി തപ്പാനാണ്. പ്രാണികൾ, ചെറിയ മത്സ്യങ്ങൾ, പുഴുക്കൾ എന്നിവയൊക്കെ ഭക്ഷണമാക്കുന്ന ഇവർ ചിലപ്പോൾ പഴങ്ങളും വിത്തുകളും വരെ കഴിക്കുന്ന മിശ്രഭുക്കുകളാണ്. സിനിമകളിലെ പോലെ ആ ഭീകരമായ ഫീഡിംഗ് ഫ്രൻസി അഥവാ കൂട്ടമായുള്ള ആക്രമണം ശരിക്കും എപ്പോഴാണ് നടക്കുന്നത്? കടുത്ത വരൾച്ചാ സമയത്ത് നദികളിലെ വെള്ളം വറ്റി ചെറിയ കുളങ്ങളിൽ ആയിരക്കണക്കിന് പിരാനകൾ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. ഭക്ഷണം തീരുകയും വിശപ്പ് സഹിക്കാൻ വയ്യാതെ വരികയും ചെയ്യുമ്പോൾ മാത്രമാണ് പിരാനകൾ അക്രമാസക്തരാകുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ മുന്നിൽ കിട്ടുന്ന എന്തിനേയും അവ കടിച്ചു കീറും. ലണ്ടനിലെ ഒരു പ്രശസ്ത എഴുത്തുകാരൻ ഒരിക്കൽ എഴുതിയതുപോലെ പ്രകൃതിയിലെ ശുചീകരണ തൊഴിലാളികളാണ് പിരാനകൾ. ചത്ത ജീവികളെയും അവശിഷ്ടങ്ങളെയും തിന്നുതീർത്ത് നദിയെ ശുദ്ധമാക്കി നിലനിർത്താൻ ഇവ സഹായിക്കുന്നു. അതുകൊണ്ട് ഇനി ആമസോണിൽ പോകുമ്പോൾ വെള്ളത്തിൽ ഒരു മീനിനെ കണ്ടാൽ ഭയന്ന് വിറയ്ക്കേണ്ടതില്ല. അവ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ പേടിക്കുന്നുണ്ടാകും.